കേരളത്തിൻ്റെ ഈ പുരോഗമന സ്വഭാവത്തിന് ഏറ്റവും അധികം അവകാശവാദം ഉന്നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ഇന്നത്തെ മെമ്പർഷിപ്പോ അതിൻ്റെ നേതൃത്വമോ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് ഇതേപോലെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. ഒരു അരിവാളോ ചുറ്റിയോ പിടിച്ച 5% മെമ്പേഴ്സോ അല്ലെങ്കിൽ നേതാക്കളോ ഇന്ന് ഈ പാർട്ടികളിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. പണ്ട് വിയറ്റ്നാമീസ് നേതാവ് ഹുജിമിൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമായിട്ട് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ രാഷ്ട്രീയമാണ് ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ വരുമാനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഹോജിമിൻ പറഞ്ഞു, ഞാൻ ഇന്ന് ജോലി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിനുള്ള വരുമാനം ഉണ്ടാക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മറ്റൊരു സാമൂഹ്യ സേവനമാണ്, അതെൻ്റെ ഉപജീവന മാർഗമല്ല. അങ്ങനെ ഒരു അവകാശവാദം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരിലാവട്ടെ നേതൃത്വങ്ങൾക്കാവട്ടെ എത്ര പേർക്ക് അവകാശപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ്. വളരെ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രമേ അവകാശപ്പെടൂ. അതും നമ്മളെ ഈ അവകാശപ്പെടുന്ന ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി എന്നുള്ള അവകാശവാദത്തിന് ചേരുന്നതല്ല.